ഹലോ ഗൈസ്, ഞാനും നമ്മളെ സുഹൃത്തുക്കളും കൂടി ഒരു സ്ഥലം വരെ പോകുന്ന കേട്ടാ. വേറെ എവിടെയല്ല, ഒരു ക്ഷേത്രോത്സവത്തിന് പോകുന്നതാണ്. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെ. അങ്ങനെ ഏകദേശം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീർപ്പാട് SN കോളേജ്. അപ്പോൾ ഈ കോളേജിൻ്റെ കോമ്പൗണ്ടിലാണ് നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലെ മരങ്ങളെല്ലാം കേട്ടോ, നല്ല ലൈറ്റെല്ലാം കത്തിച്ചിട്ട് അലങ്കരിച്ചിട്ട് നല്ല അടിപൊളിയല്ലേ. അങ്ങനെ ഇതാണ് അമ്പലം കേട്ടാ, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ സ്ഥലം വരുന്ന വീർപ്പാടാണ് കേട്ടാ. പിന്നെ പളനിയും പെരളശ്ശേരിയും കഴിഞ്ഞാൽ പടിഞ്ഞാറേക്ക് ദർശനമുഖമുള്ള ഏക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഈ കാനക്കരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. എല്ലാ ക്ഷേത്രങ്ങളിലും എന്തെങ്കിലുമായിട്ടൊരു പ്രത്യേകത ഉണ്ടാവും. അതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു പ്രത്യേകത. വേറൊന്നുമല്ല, നമ്മളെ തെക്കൻ കേരളത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ ശ്രീനാരായണ ഗുരുവിനോ ശ്രീകോവിലുണ്ടെങ്കിൽ അത് ഇവിടെ ഉള്ളൂ. അത് വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അഥവാ വേറെ എവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ പ്രദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഇതാ താലപ്പൊലിക്കായി വീടിന് മുന്നിൽ വിളക്കെല്ലാം കത്തിച്ച് കാത്തു വെക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഇതാ താലപ്പൊലി വന്നു. നല്ല അടിപൊളി താലപ്പൊലി കേട്ടാ. നിശ്ചല ദൃശ്യങ്ങളും കാവടി, എന്താ പറയുക, അടിപൊളി വർണ്ണശബളമായ ഘോഷയാത്രയായിരുന്നു. അവിടെ പോയി നോക്കുമ്പോൾ നമ്മളെ ചങ്കുകളും സുഹൃത്തുക്കളും നാട്ടുകാരിലായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതാ തൊട്ടിപ്പുറത്ത് ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് അടിപൊളി തായമ്പക നടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഗംഭീര തായമ്പകയാണ്. ഇതാ ഇപ്പുറത്ത് അതിനകത്തുനിന്നൊരു കലാകാരി നമുക്ക് വൈബെല്ലാം പറയും. പിന്നെ ഇതാ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവർ കേട്ടോ. ഇവർ ഈ നാട്ടുകാരനെയാണേ. ഇവിടെ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തും ഒരുപാട് കൊട്ടിക്കാരുണ്ട് കേട്ടോ ഇവർ. അപ്പോഴേക്കും സ്റ്റേജിൽ പരിപാടി തുടങ്ങിയിട്ട് കേട്ടോ. വായ്ത്താരീൻ്റെ നാടൻ പാട്ടേനും ഇന്നത്തെ പരിപാടി. നമ്മളെ സുഹൃത്തുക്കൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ രാധാകൃഷ്ണനുണ്ട്, പുതീഷുണ്ട്, നമ്മളെ സുഹിത്താട്ടനുണ്ട്, രതീഷുണ്ട്. ഇത് നമ്മളെ രാജീവാട്ടനാണ് കേട്ടോ. അപ്പോൾ രാജീവാട്ടൻ ഇപ്പോൾ മെമ്പറും കൂടിയാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ. അപ്പോൾ എവിടെ ചെന്നാലും ഭക്ഷണം മുഖ്യം ബിഗിലേ. അപ്പോൾ ഭക്ഷണം വിളമ്പെന്നല്ല നമ്മളെ ചങ്ക് ടീം വന്നേ. അപ്പോൾ സാമ്പാർ വിളമ്പി, ഇതാ വറവ്, അവിയൽ എല്ലാം വിളമ്പി, ഇതാ അച്ചാറും പച്ചടിയും വിളമ്പി നമ്മളെ മോനാട്ടനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണം മേടിച്ച് ഇപ്പുറം ഭക്ഷണം കഴിക്കാൻ ഇരുന്നതാണേ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് പോയി. അന്നേരത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. അടിപൊളി ഭക്ഷണമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. വേറെ ലെവൽ അടിപൊളി ഫുഡ്. അതെല്ലാം കഴിഞ്ഞ് കുട്ടികൾ കളിപ്പാട്ടം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ചെങ്കളിപ്പം വന്നു കേട്ടോ. അത് ഒരുത്തെ തലയിലുള്ളിലിട്ടിട്ടാണ് കളിപ്പാട്ടം മേടിക്കുന്നത്. അങ്ങനെ പ്രയത്ത് ഫാമിലി ആയിട്ടാണ് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മടങ്ങി കേട്ടോ. കളിപ്പാട്ടം വാങ്ങി നേരെ ഇനി വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.